ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. അത് നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അരിപ്പൊടി കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇടിയപ്പത്തിൻ്റെ അതേ സോഫ്റ്റ്നെസ്സിൽ തന്നെ നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു വെജ് കുർമയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്ന ഒരു വെജ് കുർമയാണ്. അത് നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഈ രണ്ട് റെസിപ്പീസും നമുക്ക് നോക്കാം. ഞാനിവിടെ ആദ്യമേ ഗോതമ്പ് പൊടി ഒരു 1.5 കപ്പ് എടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത്, ഇത് ഒന്നുകിൽ നമുക്കിത് റോസ്റ്റ് ചെയ്യണം, അതല്ലാന്നുണ്ടെങ്കിൽ ആവിക്ക് വെച്ചിട്ട് നമുക്കിത് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിത് തമ്മിലുള്ള ഒട്ടലെല്ലാം ഒന്ന് മാറിക്കിട്ടും. കുഴയ്ക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുകയാണ്. ഒരു 8-10 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ആവി കയറ്റി എടുക്കണം. ആവി കയറ്റി എടുക്കുമ്പോൾ തന്നെ ഇത് ഇച്ചിരി കട്ടിയാവും. അത് പ്രശ്നമില്ല. അതിനുശേഷം നമുക്കത് ഉടച്ചെടുത്താൽ മതി. നിങ്ങളിങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു പാനിലിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇങ്ങനെ ഇതിലേത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പം ഏകദേശം ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. കണ്ടോ, ഇത് നന്നായിട്ട് കട്ടിയായിട്ടുണ്ട്. അപ്പം നമുക്കിനിയിപ്പോൾ ഇത് ഓഫ് ചെയ്ത് വെക്കാം. ഇതിനി ഒന്ന് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം വേണം നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാൻ. ഇതിപ്പോൾ നല്ല കട്ടിയായിരുന്നു. ഇപ്പം ചെറുതായിട്ടും തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് ഇതുപോലെ മാറ്റി ഉടച്ചെടുക്കാം. ഇതൊന്നുകിൽ നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പൊടിച്ചെടുക്കാം, അതല്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചാൽ മതി, നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ കട്ടയെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും ഒട്ടാതെ തന്നെ മാവ് തയ്യാറാക്കാൻ പറ്റും. ഇതിനിപ്പോൾ ഞാൻ ഒരു വലിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് വെള്ളം. ഇതിൽ നിന്ന് കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ പൊടിയിലേക്ക് ഇട്ട് കൊടുക്കണം. അത് നന്നായിട്ട് കുഴച്ചെടുക്കണം. നമുക്കറിയാം, നമ്മൾ അരിപ്പൊടി കൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണോ നമ്മളതിൻ്റെ മാവ് തയ്യാറാക്കുന്നത്, അതേ ഒരു കൺസിസ്റ്റൻസി തന്നെ നമ്മളിതിൻ്റെ മാവ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ആവശ്യത്തിന് കുറച്ചായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചൂടുവെള്ളം തന്നെ നമ്മൾ ഒഴിക്കണം. ഒരു തവിയുടെ മറുഭാഗം വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. എല്ലാ പൊടിയും വെള്ളം നനയുന്ന രീതിയിൽ നമുക്കിത് നനച്ചു കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് കുറച്ചൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് തൊടാവുന്ന ഒരു ചൂടാവുന്നിടം വരെ നോക്കുക. അതിനുശേഷം നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് സോഫ്റ്റാക്കി എടുക്കണം നമ്മുടെ മാവ്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല മയപ്പെടുത്തി എടുക്കണം. അത്രയും സോഫ്റ്റ് ആവും നമ്മുടെ ഇടിയപ്പം. അപ്പം ഞാൻ നന്നായിട്ട് അത് മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു ഡോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അത് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഓയിൽ ഒഴിച്ചു കൊടുത്ത് നമുക്കവിടെ വയ്ക്കാം. ഇനി നമ്മുടെ ഇഡ്ഡലിയുടെ പാത്രം ഉണ്ടല്ലോ, തട്ട്, അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് തടവി കൊടുക്കുക. ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാൻ, ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ കുറച്ച് തേങ്ങ ചെരുവിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ഞാനിവിടെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇടിയപ്പം ഉണ്ടാക്കുന്ന ആ പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. അവിടെയും സൈഡിലൊക്കെ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഓയിൽ തടവി കൊടുക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് സ്മൂത്തായിട്ട് അത് ചുറ്റിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇനി അതിൻ്റെ അച്ചിട്ട് കൊടുക്കണം. ഞാനിവിടെ ചെറിയ അച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മാവ് കുഴച്ചത് നമുക്ക് ഈ സിലിണ്ടറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മുടെ പാത്രത്തിലേക്ക് നമുക്കിത് നന്നായിട്ട് കറക്കി അതിൻ്റെ ഇടിയപ്പമായിട്ട് നമുക്ക് ചുറ്റിച്ചെടുക്കാം. ഇതാ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ചെറിയ നൂല് പോലെയാണ് നമ്മുടെ ഇടിയപ്പം വന്നിട്ടുള്ളത്. അത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അത് ഇത് തമ്മിൽ ഒട്ടിപ്പിടിക്കുകയോ ഒന്നുമില്ല. നമ്മൾ അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇതുപോലെ നമുക്ക് എല്ലാത്തിലും ഇടിയപ്പം ചുറ്റിച്ച് വെക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്.
ഇപ്പോൾ നമ്മളെല്ലാത്തിലും ഇടിയപ്പം ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കണം. ഒരു 8 തൊട്ട് 10 മിനിറ്റ് വരെ നമുക്കിത് ആവി കയറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇത് ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടുണ്ട്. അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വെച്ചാൽ മതി. ഇപ്പം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുപോലെ നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് തമ്മിൽ ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ഇടിയപ്പം നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടോടുകൂടി തന്നെ നമ്മൾ സെർവ് ചെയ്യണം. അതുകൊണ്ട് നമുക്കൊരു വെജ് കുർമ കൂടെ നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് 1 കപ്പ് വെള്ളത്തിലൊന്ന് കുതിർക്കാൻ വയ്ക്കുകയാണ്. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് കുതിർക്കാൻ വയ്ക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ചിരവിയത്, അതുപോലെ പച്ചമുളക് 3-4 എണ്ണം, പിന്നെ ഇഞ്ചി കുറച്ച് വേണം, അതുപോലെ വെളുത്തുള്ളിയും കുറച്ചെടുക്കുക. എല്ലാം ഞാൻ 1 ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് പെരുംജീരകമാണ് 1 ടീസ്പൂൺ. ഇനി നമ്മുടെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന കാഷ്യൂൻ്റെ വെള്ളം മുഴുവൻ ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ കാഷ്യൂ കുതിർന്നതെല്ലാം ചേർക്കുക. ഇത് കുറച്ച് വെള്ളം, അത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടണം. നല്ല പേസ്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ അത്രയും വെള്ളം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നല്ല പേസ്റ്റായിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ബേ ലീഫ്, പിന്നെ 1 സിന്നമൺ, പിന്നെ കുറച്ച് കാടമം, പിന്നെ കുറച്ച് ഗ്രാമ്പൂ. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കാം. ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഇനി അതിലേക്ക് ഞാൻ 1 ഒനിയൻ അരിഞ്ഞത്, ഇത് ഈ രീതിയിൽ അരിഞ്ഞേക്കുന്നത്, തീരെ ചെറുതായിട്ടൊന്നുമല്ല, ഈ രീതിയിൽ അരിഞ്ഞേക്കുന്ന 1 ഒനിയൻ നമുക്ക് വഴറ്റി കൊടുക്കണം. ഒനിയൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറൊന്ന് ചേഞ്ച് ആയാൽ മാത്രം മതി. അപ്പോഴേക്കും നമുക്ക് ഇതുപോലെ 1 തക്കാളി അരിഞ്ഞതാണ്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. 1 തക്കാളിയും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വാടി വരണം. അപ്പോൾ നമുക്ക് 1 പൊട്ടറ്റോ അരിഞ്ഞത്, അത് സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. ഒരു ക്യാരറ്റ്, അതും സ്ക്വയറായിട്ട് അരിഞ്ഞതാണ്. പിന്നെ വേണ്ടത് 5-6 ബീൻസ് ഇതുപോലെ അരിഞ്ഞത്. അതെല്ലാം കൂടി ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് വേവിക്കുമ്പോഴത്തേനും വെള്ളം ഒഴിച്ച് വേവിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇതൊന്നും ഉടഞ്ഞു പോവാതെ ഇരിക്കും. അതല്ലാതെ വേവിക്കുമ്പോൾ ചിലപ്പം ഉരുളക്കിഴങ്ങൊക്കെ ഉടഞ്ഞു പോകും. ഞാൻ ഗ്രീൻ പീസാണ്, ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ ചേർക്കുന്നത്. അതുകൊണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് ചേർത്താൽ മതി. അതല്ല സാധാരണ ഗ്രീൻ പീസ് ആണെങ്കിൽ നിങ്ങളത് സെപ്പറേറ്റ് ഒന്ന് വേവിച്ചിട്ട് വേണം ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ. പച്ച ഗ്രീൻ പീസ് ആകുമ്പോൾ നമുക്ക് ആ സെപ്പറേറ്റ് വേവിക്കേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ കിടന്ന് വെന്തോളും. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നമുക്കൊന്ന് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കണം. വഴറ്റി കഴിഞ്ഞിട്ട് വേവിക്കുമ്പോൾ നമ്മുടെ ഈ വെജിറ്റബിൾസ് ഒന്നും ഉടഞ്ഞു പോകാണ്ടിരിക്കുക. അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങൊക്കെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ആകുമ്പോൾ നമുക്കത് ഉടഞ്ഞു പോകത്തില്ല. ഇനി അത് കുറച്ച് നേരം ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവണം. ചെറുതീയിൽ തന്നെ വെച്ച് നിങ്ങൾ വേവിക്കുക. ഇപ്പോൾ നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെജിറ്റബിൾസൊക്കെ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം നമ്മുടെ വെജിറ്റബിൾസൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഒട്ടും ഉടഞ്ഞു പോയിട്ടുമില്ല, എന്നാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുമുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ടും കാഷ്യൂ എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം, ഈ പാത്രത്തിൽ തന്നെ വെള്ളം ഒന്ന് കലക്കി നമുക്ക് ഒഴിക്കാം. നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ച് നമുക്ക് ഈ സമയത്ത് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിക്കായിട്ടുള്ള ഒരു കുറുമയാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഗ്രേവി വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വെള്ളം ചേർത്താൽ മതി. ഇതിപ്പോൾ എല്ലാം കൂടി ചേർത്ത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് നമുക്ക് കുറച്ച് നേരം ഒന്ന് തിളയ്ക്കണം. കൂടുതൽ നേരം ഇന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങ ഒക്കെ ഒന്ന് വെന്ത് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ മാത്രം നമ്മൾ തിളപ്പിച്ചാൽ മാത്രം മതി. കാരണം ഓൾറെഡി നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം വെന്തതാണ്. അപ്പോൾ തേങ്ങയുടെ ആ പച്ചപ്പൊന്ന് മാറാൻ വേണ്ടി മാത്രം നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കുന്ന ഒരു കുറുമയാണ് ഇത്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചൂടോടുകൂടി തന്നെ നമ്മളിത് സെർവ് ചെയ്യുക. ഇടിയപ്പവും അതുപോലെ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഗോതമ്പ് കൊണ്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്